സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം. വീണയുടെ ഒഴിഞ്ഞ ബെഡിലേക്ക് വിൽസൺ തളർച്ചയോടെ ഇരുന്നു. പിടിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ അവൾ ബുദ്ധിപൂർവ്വം സ്ഥലം വിട്ടിരിക്കുന്നു. എവിടേക്ക്? അയാൾ പെട്ടെന്ന് മൊബൈലെടുത്ത് അവളുടെ നമ്പറിൽ വിളിച്ചു. പരിധിക്ക് പുറത്ത് എന്ന മറുപടിയാണ് അയാൾക്ക് കിട്ടിയത്. വിൽസന് ദേഷ്യവും നിരാശയും ആത്മനിന്ദയും അനുഭവപ്പെട്ടു. അവൾ ഹണിയല്ലെന്നും ആൾമാറാട്ടം നടത്തി വന്ന വീണയാണെന്നും എത്രയോ ദിവസം മുമ്പേ മനസ്സിലായതാണ്. അപ്പോൾ തന്നെ പിടികൂടേണ്ടതായിരുന്നു. അതിന് പകരം രഹസ്യ പോലീസ് കളിച്ചു. ഇനി YWCA ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോയതായിരിക്കുമോ? അതിനൊരു സാധ്യതയുമില്ല. ഹോസ്റ്റലിലേക്ക് പോയതാണോ എങ്കിൽ അവൾ പറയാതിരിക്കില്ല. എങ്കിലും അയാൾ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. ഹലോ. ഒരു പെൺ സ്വരം വന്നു. ഇത് YWCA ഹോസ്റ്റലല്ലേ? അയാൾ ചോദിച്ചു. അതെ. ഓഫീസാണോ? അതേലോ. എൻ്റെ പേര് വിൽസൺ. ഹണി ഈപ്പൻ എന്നു പേരുള്ള ഒരു കുട്ടി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നല്ലോ. അവളുടെ ലോക്കൽ ഗാർഡിയനാണ് ഞാൻ. ശരി. അവൾ ഇപ്പോൾ ഹോസ്റ്റലിലുണ്ടോ എന്നറിയാൻ വിളിച്ചതാണ്. ഇല്ലല്ലോ. ഒരു മാസം മുമ്പ് ആ കുട്ടി ഇവിടുന്ന് പെർമിഷൻ മേടിച്ച് പോയതാണല്ലോ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഇന്ന് വന്നേക്കുമെന്ന് പറഞ്ഞിരുന്നു. വന്നതായിട്ട് ഇവിടെ ഓഫീസിൽ വിവരമൊന്നുമില്ല. അഥവാ നേരെ റൂമിലേക്ക് പോയി കാണുമോ? അയാൾ ചോദിച്ചു. അതിനും സാധ്യതയുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂ. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ശരി. അയാൾ കോൾ കട്ട് ചെയ്തു. ചിലപ്പോൾ അവൾ ഹോസ്റ്റലിൽ ചെന്ന് കാണും. നാളെ പോകാനിരിക്കുകയായിരുന്നല്ലോ. പുതിയ സംഭവവികാസങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൾ ഹോസ്റ്റലിലേക്ക് തന്നെയായിരിക്കും പോയത്. 5 മിനിറ്റ് കാത്തിരുന്നിട്ട് അയാൾ വീണ്ടും വിളിച്ചു. റൂമിൽ ചെന്ന് നോക്കി. വന്നിട്ടില്ല. താങ്ക് യു. അയാൾ കോൾ കട്ട് ചെയ്തു. മാധുരി അന്നേ പറഞ്ഞതാണ് അവളോട് നേരിട്ട് സംസാരിക്കാൻ. താനാണ് അത് വേണ്ടെന്ന് വെച്ചത്. അയാൾ അല്പനേരം ആ മുറിയിൽ തന്നെ ഇരുന്നു. ആഴ്ചകളോളം വീണ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സുഗന്ധം അവൾ പോയി കഴിഞ്ഞിട്ടും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. വിൽസൺ എഴുന്നേറ്റ് ആ മുറിയുടെ സകല കോണുകളിലും തിരഞ്ഞു. എന്തെങ്കിലും ഒരു സൂചന അവശേഷിപ്പിച്ചിട്ടാണോ അവൾ പോയത്? കബോർഡിൻ്റെ എല്ലാ അറകളും പരിശോധിച്ചു. ബെഡിൽ വിരിച്ചിരുന്ന ഷീറ്റ് വലിച്ചെടുത്തു. തലയിണ കീഴിൽ നോക്കി. മെത്ത ഉയർത്തി നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. വിൽസൺ മുറിയിൽ നിന്നിറങ്ങി വാതിലടച്ചു. പിന്നെ കോണിപ്പടികളിറങ്ങി താഴേക്ക് ചെന്നു. ഇപ്പോൾ വിളിച്ചാൽ മാധുരിയെ കിട്ടുമോ ആവോ? സെറ്റിലേക്കിരുന്നിട്ട് അയാൾ മാധുരിയുടെ നമ്പർ എടുത്ത് വിളിച്ചു. എന്താ വിൽസ് ഈ നേരത്ത്? ഉടൻ അവൾ കോൾ എടുത്തു. നീ ഫ്രീ ആണോ ഇപ്പോൾ? അയാൾ ചോദിച്ചു. ഓഫീസിലാണ്, തിരക്കുണ്ട്. എന്നാലും സംസാരിക്കാം. ഒരു സംഭവം ഉണ്ടായി. എന്താണ്? അവൾ പോയി. ഹണി എന്ന വീണ. എവിടേക്ക്? വിശ്വസിക്കാനാവാതെ മാധുരി ചോദിച്ചു. അറിയില്ല. പത്രത്തിൽ വന്ന പരസ്യം അന്നവൾ അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലല്ലോ. അതറിഞ്ഞപ്പോഴാണ് പോയതെന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം? എനിക്കറിയില്ല മധു, എന്താണ് സംഭവിച്ചതെന്ന്. നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ. നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല. അവൾ ഹണിയല്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചോദിക്കേണ്ടതായിരുന്നു. അയാൾ അബദ്ധം പറ്റിയവനെ പോലെ പറഞ്ഞു. അത് സാരമില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾ എവിടെ പോകാനാണ് സാധ്യത? ഹോസ്റ്റലിൽ ചെന്നിട്ടില്ല. അങ്ങോട്ട് പോകാൻ അവൾ അത്ര മണ്ടിയൊന്നുമല്ല വിൽസ്. വേറൊരു സംഭവമുണ്ടായി. അവളുടെ അമ്മാവൻ്റെ മോൻ രവീന്ദ്രൻ അവളെ തിരക്കി ഇന്നിവിടെ വന്നിരുന്നു. അതെങ്ങനെ? രവീന്ദ്രനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ മാധുരിയോട് പറഞ്ഞു. വിൽസ്, എനിക്കിപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. എന്താണ്? നിൻ്റെ കയ്യിൽ ഹണിയുടെ നമ്പറുണ്ടോ? അതായത് ഹണി എന്ന പേരിൽ നിൻ്റെ വീട്ടിൽ ഒരിക്കൽ വന്ന ഒറിജിനൽ ഹണിയുടെ? ഉണ്ട്. ഹണി എവിടെയോ ഒളിച്ചു താമസിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ ഈ ആൾമാറാട്ടം നടത്തിയത്. ഹണിയുടെ അടുത്തേക്ക് അവൾ പോയി കാണും. അതിനാണ് 99% സാധ്യത. മാധുരി പറയുന്നത് ശരിയായിരിക്കുമെന്ന് വിൽസന് തോന്നി. എന്തോ ഒരു കള്ളക്കളിയുണ്ട്. അതുകൊണ്ടാണ് ഹണിയാണെന്ന വ്യാജേന വീണ ഇവിടെ വന്നത്. നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു, വിൽസൺ പറഞ്ഞു. നീ ഇപ്പോൾ തന്നെ ഹണിയെ വിളിക്കണം. എല്ലാം അറിഞ്ഞ മട്ടിൽ സംസാരിക്കരുത്. മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷേ ഹണി സത്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എന്തോ ഒളിക്കാനുണ്ടല്ലോ. അവളുടെ ചാച്ചൻ അടുത്തയാഴ്ച ലാൻഡ് ചെയ്യും. അതുവരെ മാത്രമേ അവൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റൂ മധു. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും പുറത്തു വന്നല്ലേ പറ്റൂ, വിൽസൺ പറഞ്ഞു. ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരുമെന്ന് എനിക്കും തോന്നുന്നു.
എന്തായാലും നീ ഹണിയെ ഒന്ന് വിളിച്ചു നോക്ക്. ഒന്നും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്യണം. നമ്പർ ഞാൻ തരാം. ഉടൻ തന്നെ അയാൾ വീണ എന്ന പേരിൽ സേവ് ചെയ്ത നമ്പർ എടുത്ത് വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ കോൾ കിട്ടിയില്ല. മിസ്ഡ് കോൾ കണ്ടിട്ട് അവൾ തിരിച്ചു വിളിക്കുമോ എന്നറിയട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും വിളിച്ചു നോക്കാം. വിൽസൺ മുറിയിലേക്ക് ചെന്ന് വേഷം മാറി. അപ്പോഴാണ് മേശപ്പുറത്ത് നാലായി മടക്കി വെച്ച ഒരു വെള്ളക്കടലാസ് വെച്ചിരിക്കുന്നത് അയാൾ കണ്ടത്. അയാൾ ആകാംക്ഷയോടെ ചെന്ന് അതെടുത്തു നോക്കി. വീണ എഴുതി വെച്ച ഒരു കത്തായിരുന്നു അത്. വിൽസൺ അങ്കിൾ അറിയുന്നതിന്. വലിയ കുറ്റബോധത്തോടെയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തു. അതിന് എനിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും മതിയാവുകയില്ല. കാരണം പൊറുക്കാനാവാത്ത ഒരു വഞ്ചനയാണ് ഞാൻ ചെയ്തത്. കുറേ സത്യങ്ങൾ അങ്കിൾ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് എനിക്കറിയാം. അങ്ങാടിക്കലെ ഈപ്പച്ചൻ്റെ മോൾ ഹണിയല്ല ഞാൻ. ഹരിപ്പാടിനടുത്തുള്ള നങ്ങ്യാർ കുളങ്ങരയിലെ രവീന്ദ്ര ഭവനത്തിലെ വീണ നായർ ആണ് ഞാൻ. പിന്നെ ഞാൻ എന്തിന് ഹണി എന്ന പേരിൽ അങ്കിളിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന് അങ്കിൾ ചോദിക്കും. അതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. രവീന്ദ്രൻ എന്ന ആളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. രണ്ടാമത്തെ കാരണം ഹണിയെ സംബന്ധിക്കുന്നതാണ്. അതെന്താണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. വളരെയേറെ സ്നേഹത്തോടും അതിലേറെ കരുണയോടുമാണ് അങ്കിൾ എന്നോട് പെരുമാറിയത്. ഇത്രയും ദിവസം ആ വീട്ടിൽ നമ്മൾ 2 പേരും മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. എന്നിട്ടും എനിക്ക് അഹിതമായ ഒന്നും അങ്കിളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നു മാത്രമല്ല, ഒരു സുരക്ഷിതത്വ ബോധമാണ് അങ്കിളിൻ്റെ സാമീപ്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതും. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത കുറ്റത്തിന് എനിക്ക് മാപ്പ് തരണം. എന്നെ വെറുക്കരുത്. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണുകയില്ല. കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇനി അങ്കിളിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ എൻ്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല. ഒരപേക്ഷ കൂടിയുണ്ട്. അങ്കിൾ എത്രയും വേഗം വിവാഹിതനാകണം. ഒറ്റയ്ക്ക് ജീവിച്ച് പാഴാക്കാനുള്ളതല്ല അങ്കിളിൻ്റെ ജീവിതം. മാധുരി ചേച്ചിയെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ഞാൻ എന്നും അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ചുകൊണ്ട് വീണ. വിൽസൺ ആ കത്ത് ഒരിക്കൽ കൂടി വായിച്ചു. ഹൃദയത്തിൽ ഒരു വേദന കത്തിപ്പടരുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ ബെഡിലേക്കിരുന്നു. കുളിച്ചു കഴിഞ്ഞ് ഹണി വാതിൽ തുറന്ന് ബാത്റൂമിൽ നിന്നിറങ്ങി. മുടിയിൽ നിന്ന് അപ്പോഴും വെള്ളത്തുള്ളികൾ ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. അവൾ ഒരു ഉണങ്ങിയ ടവലെടുത്ത് നനഞ്ഞ മുടി ഉച്ചിയിൽ ചുറ്റിക്കെട്ടി വെച്ചു. അവൾക്കൊരു കാപ്പി കുടിക്കണമെന്ന് തോന്നി. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ പാൽ കുറച്ച് ബാക്കിയുണ്ട്. അവൾ സ്റ്റൗ കത്തിച്ചു. കാപ്പിയുണ്ടാക്കി. കാപ്പി ഒരു മഗ്ഗിലേക്ക് പകർന്നു ലിവിംഗ് റൂമിൽ വന്നിരുന്നു. ടീപ്പോയിന്മേൽ വെച്ചിരുന്ന മൊബൈൽ അപ്പോഴാണ് അവൾ കണ്ടത്. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അവൾ മൊബൈൽ എടുത്ത് നോക്കി. ഒരു മിസ്ഡ് കോൾ. വിൽസൺ അങ്കിൾ. ഹണി അറിയാതെയൊന്നും ഞെട്ടി. എന്തിനാണ് വിൽസൺ അങ്കിൾ വിളിച്ചത്? വീണ അവിടെ വല്ല കുരുത്തക്കേടും കാണിച്ചോ? അതോ ചാച്ചൻ അങ്കിളിനെ വിളിച്ച് എന്തെങ്കിലും തിരിച്ചു വിളിക്കണോ? അതോ? വിളിക്കാം. എന്താണ് കാര്യമെന്നറിയാമല്ലോ. അവൾ വിൽസൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ബെല്ലടിച്ച് തീരാറായപ്പോഴാണ് കോൾ എടുത്തത്. ഹലോ അങ്കിൾ. ഹലോ. എന്താ അങ്കിൾ, ഒത്തിരി നാളായല്ലോ എന്നെ വിളിച്ചിട്ട്. ഞാൻ വിചാരിച്ചു മറന്നുപോയി കാണുമെന്ന്. വീണയെ എനിക്കങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. ഹണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ? അതെ അങ്കിൾ. ഞങ്ങൾ 2 ശരീരവും ഒരു ആത്മാവുമാണ്. എന്നാൽ ഒരു ശരീരത്തെ കാണാതായിരിക്കുന്നു. അക്കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. കാണാതായിരുന്നോ? അങ്കിൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എനിക്കിന്നൊരു മാരേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു വന്നപ്പോൾ ഹണിയെ കാണാനില്ല. സൂട്ട് കേസും ബാഗും ഒക്കെ എടുത്ത് അവൾ സ്ഥലം വിട്ടിരിക്കുന്നു. ഹണി ഞെട്ടിപ്പോയി. അയ്യോ, അവളെ എങ്ങോട്ടാ പോയത്? അറിയില്ല. അവൾ അവിടെയോ മറ്റോ വന്നോ എന്നറിയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അവൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോകാനാണ് സാധ്യത? വീണയ്ക്ക് വല്ല ഐഡിയയും ഉണ്ടോ? അവളുടെ ചാച്ചൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഉടൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ നാട്ടിലേക്ക് പോയതായിരിക്കും. വിൽസൺ ഒന്ന് മൂളി. ആ മൂളലിൽ എന്തോ ഒരു അവിശ്വാസമുണ്ടെന്ന് ഹണിക്ക് തോന്നി. വീണ ഇപ്പോൾ എവിടെയാണ്? അയാൾ ചോദിച്ചു. ഞാൻ വീട്ടിലാണ് അങ്കിളെ. ഹരിപ്പാട്ടല്ലേ? അന്ന് വന്നപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ട്. അങ്കിളിന് നല്ല ഓർമ്മശക്തിയാണല്ലോ. ഹണി എനിക്കൊരു കത്തെഴുതി വെച്ചിട്ടാണ് പോയത്. അവൾ വീണ്ടും ഞെട്ടി. ആ പൊട്ടിപ്പെണ്ണ് എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടാണ് സ്ഥലം വിട്ടത്. കത്തോ? വിശ്വാസം വരാതെ ഹണി ചോദിച്ചു.
അതെ, കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് വായിക്കാം. താല്പര്യമുണ്ട്. എന്താണ് എഴുതി വെച്ചതെന്ന് അറിയണമല്ലോ. വായിക്കട്ടെ. വിൽസൺ അങ്കിൾ അറിയുന്നതിന്. അയാൾ ഫോണിലൂടെ വായിച്ച കത്ത് ഹണി ശ്രദ്ധാപൂർവം കേട്ടു. വീണ അവളുടെ ഭാഗം മാത്രം വെളിപ്പെടുത്തിയിരിക്കുന്നു. തന്നെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ബുദ്ധിയുള്ളവളാണവൾ. ഇനി പറ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? വിൽസൺ ആവശ്യപ്പെട്ടു. വീണയെക്കുറിച്ച് കുറച്ചൊക്കെ അങ്കിളിനിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അവളുടെ കുട്ടിക്കാലത്തെ അമ്മ മരിച്ചുപോയി. അച്ഛൻ നാടുവിട്ടു. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. നാട്ടിൽ വീണയുടെ അച്ഛൻ്റെ പേരിൽ കുറേയേറെ സ്വത്തുണ്ട്. അതിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അച്ഛൻ്റെ പെങ്ങൾ ജലജി ആൻറ്റിയും അവരുടെ ഭർത്താവും കൂടിയാണ്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവരുടെ മകൻ രവീന്ദ്രൻ ഗൾഫിലായിരുന്നു. അയാൾ ഒരു തവണ കെട്ടിയിട്ടുണ്ട്. ഭാര്യ മരിച്ചുപോയി. ഇനി വീണയെയാണ് അയാൾ നോട്ടമിട്ടിരിക്കുന്നത്. സ്വത്ത് മുഴുവൻ കൈവശപ്പെടുത്താൻ. ബിടെക് കോഴ്സ് കഴിയാൻ നോക്കിയിരിക്കുകയായിരുന്നു അയാൾ. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഹണി എന്ന പേരിൽ ഞാൻ അവളെ അങ്കിളിൻ്റെ അടുത്തേക്ക് വിട്ടത്. ഇത്രയും മനസ്സിലായി. ഹണി ഇപ്പോൾ എവിടെയാണ്? എന്തു പറയും? അവളൊന്ന് ആലോചിച്ചു. തൽക്കാലം സത്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. എറണാകുളത്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ വീട്ടിലാണ് അങ്കിൾ. അങ്ങാടിക്കലോ? തനിച്ച് നീ? പകൽ വീട്ടിലാണ്. തൊട്ടടുത്ത ബന്ധുവീടുണ്ട്. രാത്രിയിൽ അവിടെ പോയി കിടക്കും. വീണ ഇതുവരെ നിന്നെ വിളിച്ചില്ലേ? ഇല്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം രണ്ടാളും കള്ളത്തരങ്ങളുടെ ആശാട്ടിമാരാണ്. അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ശരിയെങ്കിൽ. പെട്ടെന്ന് കോൾ കട്ടായി. വീണ എവിടേക്കാണ് പോയത്? നങ്ങ്യാർകുളങ്ങരയിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. ചിലപ്പോൾ നിത്യയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഹണിയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. വീണ. ഹലോ വീണ. അവൾ കോൾ എടുത്തു. ഞാൻ കാക്കനാട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്തെത്തി. നീ എവിടെയാണ്? ഫ്ലാറ്റിൻ്റെ പേര് പറ. വീണ ചോദിച്ചു. ജീസസ്. അവൾ തപ്പിപ്പിടിച്ച് എത്തിയിരിക്കുന്നു. ഓറഞ്ച് എൻക്ലേവ് എന്ന് ഓട്ടോക്കാരനോട് പറഞ്ഞാൽ മതി. ഞാൻ താഴെ വന്ന് നിൽക്കാം. ശരിയടി. 2 മിനിറ്റ് മുമ്പ് വിൽസൺ അങ്കിൾ വിളിച്ചിരുന്നെങ്കിൽ. പുറത്തിറങ്ങി വാതിൽ ലോക്ക് ചെയ്തിട്ട് ഹണി ലിഫ്റ്റ് വഴി താഴേക്ക് പോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വന്ന് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റിന് വെളിയിൽ നിന്നു. ഓട്ടോയിൽ നിന്ന് വീണ ഇറങ്ങി. ഹണി വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തിനാ നീ അവിടെ നിന്ന് ചാടിപ്പോകുന്നത്? ഒക്കെ പറയാം. വിൽസൺ അങ്കിൾ നിന്നെ വിളിച്ചോ? വീണ ചോദിച്ചു. പിന്നില്ലേ, നീ എഴുതി വെച്ച കത്ത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. എല്ലാം ഞാൻ പറയാമടി. സൂട്ട് കേസ് വീണയെടുത്തു. എയർ ബാഗ് ഹണിയും. അവർ ഫ്ലാറ്റിലേക്ക് പോയി. എനിക്ക് കുറച്ച് വെള്ളം വേണം. തൊണ്ട വരളുന്നു. ഹണി അവൾക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോഴാടി ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചേട്ടൻ പത്രത്തിൽ ഫോട്ടോ സഹിതം പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം ഞാൻ പത്രം കണ്ടിട്ടേയില്ല, ഹണി പറഞ്ഞു. നിത്യയാണ് അക്കാര്യം വിളിച്ചു പറഞ്ഞത്. ഇന്നത്തെ എഡീഷനിലാണ് അവിടെ ചെന്നത്. വീട്ടിലെ പത്രങ്ങൾ എടുത്തു നോക്കിയെങ്കിലും പല ദിവസത്തെയും കാണാനില്ലായിരുന്നു. ഒടുവിൽ പബ്ലിക് ലൈബ്രറിയിൽ പോയി പഴയത് തിരഞ്ഞു. അപ്പോഴാ അത് ഞാൻ കണ്ടത്. 3-4 ദിവസം മുമ്പത്തെ. അങ്കിളത് കണ്ടില്ലേ? കണ്ടു കാണും. എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാ അക്കാര്യം മിണ്ടാതിരുന്നതെന്ന് തോന്നുന്നു. അർത്ഥം വെച്ചുള്ള സംസാരം കേട്ടപ്പോഴേ എനിക്ക് സംശയം മണത്തതാണ്. പക്ഷേ നിന്നെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ വിവരം അറിയിക്കണമെന്നാണ് പറഞ്ഞത്. കാണണമെന്നാണ് പറഞ്ഞത്. തൽക്കാലം നീ ഒന്നും മിണ്ടണ്ട. നാളെ കഴിഞ്ഞ് ചാച്ചൻ വരും. അപ്പോഴോ? ഹണി ചോദിച്ചു. അതിനു മുമ്പ് ഞാൻ നിത്യയുടെ വീട്ടിലേക്ക് പോകും. ചെല്ലാൻ അവൾ പറഞ്ഞിട്ടുണ്ട്. യാത്ര ചെയ്തതിൻ്റെയും ടെൻഷൻ അടിച്ചതിൻ്റെയും നല്ല ക്ഷീണമുണ്ട് നിനക്ക്. വേഗം കുളിച്ചിട്ട് വാ. കഴിക്കാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം, വീണ പറഞ്ഞു. വീണയെ അവൾ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്ക് വെളിയിൽ സന്ധ്യ കനത്തു കഴിഞ്ഞിരുന്നു. രാമചന്ദ്ര മേനോൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരാനായി പത്മകുമാരി കാത്തുനിന്നു. സന്ധ്യയ്ക്ക് പൂജാമുറിയിലെ ചിത്രങ്ങളിൽ പൂമാല കെട്ടി ചാർത്തുന്നതും തേച്ചുമിനുക്കി സ്വർണം പോലാക്കിയ നിലവിളക്കിൽ തിരിയിട്ട് കത്തിക്കുന്നതും പത്മകുമാരിയാണ്. അപ്പോഴേക്ക് കുളി കഴിഞ്ഞ് അലക്കി തേച്ച മുണ്ടെടുത്ത മേനോൻ പൂജാമുറിയിലേക്ക് കയറും. പിന്നെ അരമണിക്കൂർ നേരം ധ്യാനവും ഈശ്വരഭജനയുമാണ്. കുട്ടിക്കാലത്തെ പഠിച്ച ശ്ലോകങ്ങൾ ഉരുവിടും. കർപ്പൂരം കത്തിക്കും. അന്നും 7:30 കഴിഞ്ഞു മേനോൻ പൂജ കഴിഞ്ഞിറങ്ങിയപ്പോൾ.
അത് കഴിഞ്ഞ് അരമണിക്കൂർ സേവയാണ്. സേവയെന്ന് പറഞ്ഞാൽ കിടപ്പുമുറിയിൽ ഇരുന്നു കൊണ്ട് 2 ലാർജ് ബ്രാൻഡി അകത്താക്കും. കായ വറുത്തതോ കാച്ചിയ പപ്പടമോ കൊണ്ടുചെന്ന് കൊടുക്കേണ്ടത് പത്മകുമാരിയാണ്. പിന്നെ 8 മണിക്ക് ഊണ്, 9 ഉറങ്ങാൻ കിടന്നിരിക്കും. പത്മേ, അവർ പ്രതീക്ഷിച്ചിരുന്ന വിളി വന്നു. ഇടത് കൈയിൽ ഐസ് വാട്ടറിൻ്റെ കുപ്പിയും വലത് കൈയിലെ പ്ലേറ്റിൽ എരിവുള്ള പക്കാവടയുമായി പത്മകുമാരി ചെന്നു. പകൽ മുഴുവൻ മേനോൻ പുറത്തായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും വന്നില്ല. അത് കാരണം മനസ്സിലുള്ളത് പറയാൻ അവസരം കിട്ടിയതുമില്ല. ഐസ് വാട്ടറും പ്ലേറ്റും മേശപ്പുറത്ത് വെച്ചിട്ട് പത്മകുമാരി അവിടെ തന്നെ നിന്നു. മേനോൻ അലമാര തുറന്ന ബ്രാൻഡിക്കുപ്പിയും ഗ്ലാസും എടുത്തു. പോകാതെ നിന്ന പത്മകുമാരിയെ കണ്ട് മേനോൻ ചോദിച്ചു, സേവ തുടങ്ങും മുമ്പ് സംസാരിക്കണം, അല്ലെങ്കിൽ തർക്കുത്തരം മുട്ടാപ്പോക്കും മാത്രമേ വായിൽ നിന്ന് വരൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? ഗൗരവഭാവത്തിൽ മേനോൻ ചോദിച്ചു. ചേർപ്പുളശ്ശേരിയിലെ ആ കുട്ടിയുടെ കാര്യത്തിൽ വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല. ഞായറാഴ്ച അവിടെ നിന്ന് 4-5 പേർ വരും. അന്ന് അതങ്ങ് തീരുമാനിക്കും, മേനോൻ പറഞ്ഞു. അവർ വരണ്ടാന്ന് അറിയിക്കണം. അതെന്താ? മേനോൻ്റെ നെറ്റി ചുളിഞ്ഞു. അത് വേണ്ട. ഒരു പെണ്ണിൻ്റെ ശാപം അവൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നമ്മളായിട്ട് കൂട്ടു നിൽക്കരുത്. ശാപമോ? ഏത് പെണ്ണിൻ്റെ? എറണാകുളത്തുള്ള ആ പെണ്ണിൻ്റെ, ഹണിയുടെ. അവൾ എന്തിനാ ശപിക്കുന്നേ? അവളുടെ കല്യാണം തീരുമാനിച്ചെന്നല്ലേ അവളുടെ തന്ത വിളിച്ചു പറഞ്ഞത്? ആ കുട്ടി ഗർഭിണിയാണ്. മേനോൻ ഒന്ന് ഞെട്ടി. നീ എങ്ങനെ അറിഞ്ഞു? ആ കുട്ടിയുടെ കൂട്ടുകാരിയാണ് വിളിച്ചു പറഞ്ഞത്. വീണയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അവർ അയാളോട് വിശദമായി പറഞ്ഞു. അതവളുടെ അതിബുദ്ധിയാ. കൂട്ടുകാരിയെ കൊണ്ട് പറയിച്ചതാ. നീ അത് വിശ്വസിക്കണ്ട. മേനോൻ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഞാനൊരു കാര്യം പറയാം. പത്മകുമാരിയുടെ മുഖത്തേക്ക് മേനോൻ തുറച്ചു നോക്കി. ഇക്കാര്യത്തിൽ ഒരു പെണ്ണും കള്ളം പറയത്തില്ല. അഥവാ കള്ളമാണെങ്കിൽ തന്നെ അവൾക്ക് നമ്മുടെ മോനെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ? അതുകൊണ്ട് നമ്മുടെ സ്ത്രീക്ക് ആ കുട്ടി തന്നെ മതി. കുറേ ദിവസമെങ്കിലും അവർ ഒന്നിച്ച് ജീവിച്ചവരല്ലേ? നമ്മുടെ മോൻ്റെ കുഞ്ഞ് വേറൊരു പുരുഷനെ അച്ഛ എന്ന് വിളിക്കാൻ ഇടവരുത്തരുത്. അത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ദൈവം പൊറുക്കില്ല. പത്മകുമാരി പിന്നെ അവിടെ നിന്നില്ല. അവർ നേരിയതിൻ്റെ തുമ്പുകൊണ്ട് നിറമിഴികൾ തുടച്ച് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. രാമചന്ദ്രമേനോൻ ഒരു നിമിഷം തരിച്ചിരുന്നു. പിന്നെ കുപ്പി തുറന്നു ഗ്ലാസ്സിലേക്ക് നല്ല അളവിൽ ബ്രാൻഡി പകർന്നു. ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചിട്ട് മേനോൻ മൊബൈലെടുത്ത് സന്ദീപിനെ വിളിച്ചു. എന്താ ചെറിയച്ച? സന്ദീപ് തിരക്കി. പത്മ വന്ന് പ്രിയയോട് ഇന്നലെ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. അത് സത്യമാണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അതെ. എന്തായാലും അക്കാര്യം അവൻ അറിയരുത്, ഒരു കാരണവശാലും. ഇല്ല ചെറിയച്ച. അറിഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഏതു വിധേനയും ചാടിപ്പോകും. അത് പാടില്ല, മനസ്സിലായി? എന്നാൽ വെച്ചു. മേനോൻ ഗ്ലാസ് എടുത്ത് ഒറ്റ വീർപ്പിന് ബ്രാൻഡി മുഴുവൻ കുടിച്ചു തീർത്തു. ലാപ്ടോപ്പ് സെറ്റിയിൽ വെച്ചുകൊണ്ട് മെയിൽ ചെക്ക് ചെയ്യുകയായിരുന്നു വീണ. ഹണി, പെട്ടെന്ന് അവൾ വിളിച്ചു. അടുത്ത മുറിയിലായിരുന്നു ഹണി. എന്താടി? ഇൻഫോ പാർക്കിലെ 5 കമ്പനികൾക്ക് ഞാൻ ഇന്നലെ CV അയച്ചു കൊടുത്തിരുന്നു. അടുത്ത സാറ്റർഡേ വോക്ക് ഇൻ ഇൻ്റർവ്യൂ ചെല്ലാൻ അവർ പറഞ്ഞിരിക്കുന്നു. സന്തോഷം പതഞ്ഞുയരുന്നുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ. പോണം, നിനക്ക് സെലക്ഷൻ കിട്ടും. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ആരും അറിയാതെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നാളെ ചാച്ചൻ വരും. ഞാൻ അങ്ങാടിക്കിലേക്ക് പോകും. തനിച്ച് നിനക്കിവിടെ താമസിക്കാമോ? ഹണി ചോദിച്ചു. നിൻ്റെ അത്രയും ധൈര്യം എനിക്കില്ല. ഏതെങ്കിലും ഹോസ്റ്റൽ കണ്ടുപിടിക്കണം. നിനക്ക് വിൽസൺ അങ്കിളിനെ ഒന്ന് വിളിച്ചുകൂടെ? വേണ്ടടി, അത് ശരിയാകത്തില്ല. അങ്കിളിന് ഞാൻ ഒരുപാട് പ്രതീക്ഷ കൊടുത്തതാണ്. ഒരുതരം വഞ്ചനയായിരുന്നില്ലേ അത്? എനിക്കിനി അങ്കിളിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അങ്കിൾ നിനക്ക് മാപ്പ് തരാൻ തയ്യാറായെങ്കിലോ? തയ്യാറാകുമായിരിക്കും. നല്ലവനാണ് അങ്കിൾ. എങ്കിലും നീയാണ് ഞാനെന്ന് വിചാരിച്ചാണ് അങ്കിൾ എന്നെ സ്നേഹിച്ചത്. ഒരിക്കലൊരു അന്യജാതിക്കാരിയെ സ്നേഹിച്ചു പോയതിൻ്റെ ശിക്ഷയായിട്ടാണ് ഇതുവരെ കെട്ടാതെ നിന്നതെന്ന് അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ചാച്ചനും അതിലൊരു പങ്കുണ്ട്, ഹണി പറഞ്ഞു. അതും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു അന്യമതക്കാരി കാരണം അങ്കിളിൻ്റെ സ്നേഹം തകരാൻ ഞാനല്ലേ കാരണമാകുന്നത്? അത് വേണ്ട. ദൈവഭയമുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെയാണ് വേണ്ടതെന്ന് അങ്കിൾ പലപ്പോഴും പറയുമായിരുന്നു. വീണ ഒന്ന് നെടുവീർപ്പിട്ടു. നമ്മൾ 2 പേരും ഉറ്റ സ്നേഹിതകളാണല്ലോ വീണ. നമ്മുടെ ജീവിതങ്ങളും ഒരുപോലെയായി തീർന്നല്ലോ. ഒരു കരയ്ക്കും അടുക്കാതെ അലഞ്ഞു തിരിയാനാണോ നമ്മുടെ വിധി? ഹണി ചോദിച്ചു. മറുപടി പറയാനാവാതെ വീണ മുഖം കുനിച്ചിരുന്നു.
പോട്ടെ, അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നാളെ ചാച്ചൻ വരുമല്ലോ. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഒന്നുകിൽ എനിക്ക് ശ്രീയെ കിട്ടും, അല്ലെങ്കിൽ ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഹണി പറഞ്ഞു. ഞാനും ഉണ്ടാകും നിൻ്റെ കൂടെ. വീണ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. നീ സുന്ദരിയാണ്, വിദ്യാസമ്പന്നയാണ്, ഉടൻ നല്ല ജോലിയും കിട്ടും. നിനക്ക് യോജിച്ച ഒരു ചെറുപ്പക്കാരൻ വരും നിൻ്റെ കൈ പിടിക്കാൻ. എനിക്കിഷ്ടം തോന്നിയിട്ടുള്ള ഒരേ ഒരു പുരുഷനേ ഉള്ളൂ ഇത്രയും കാലത്തിനിടയിൽ, അത് വിൽസനെങ്കിൽ മാത്രമാണ്, വീണ പറഞ്ഞു. രണ്ടുപേരും അല്പനേരം നിശബ്ദരായിരുന്നു. നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ? പെട്ടെന്ന് ഹണി ചോദിച്ചു. എങ്ങോട്ട്? നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാം. അവിടെ ചെന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം. ഈ ഫ്ലാറ്റിൽ തന്നെ കുത്തിയിരുന്ന് ഞാൻ മടുത്തടി. ഇന്നലെ 2 മാളുകളിൽ അലഞ്ഞു തിരിഞ്ഞില്ലേ? അത് പോരായോ? വീണ ചോദിച്ചു. നമുക്ക് പോകാമെടി. ഇന്നത്തോടുകൂടി എൻ്റെ സ്വാതന്ത്ര്യം അവസാനിക്കും. വേഗം ഡ്രസ് ചെയ്യ്. ഹണിക്ക് അതാണിഷ്ടമെങ്കിൽ പുറത്തേക്ക് പോകാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. അവൾ മുറിയിലേക്ക് ചെന്ന് ബാഗിൽ നിന്ന് ചുരിദാർ എടുത്തു. രണ്ടുപേരും ഭംഗിയായി വേഷം ധരിച്ച് പുറപ്പെടാൻ തയ്യാറായപ്പോഴാണ് ഡോർ ബെൽ മുഴങ്ങിയത്. ഹണി ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് വിൽസണും മാധുരിയും നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ഭാഗം നാളെ.